Good morning to all. SITTTR കളമശ്ശേരിയും SAPും ചേർന്നൊരുക്കുന്ന ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കായുള്ള ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 5ാം സെമസ്റ്റർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻഡക്ഷൻ മെഷീൻ എന്ന കോഴ്സിനാണ് ഇന്നത്തെ ക്ലാസ് ഹോസ്റ്റ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ 20 മിനിറ്റുള്ള 2 സെഷനായാണ് മാനേജ് ചെയ്യുന്നത്. ഓരോ സെഷൻ കഴിയുമ്പോഴും സംശയ നിവാരണത്തിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ മെസ്സേജായി Q&Aയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ റിസോഴ്സ് പേഴ്സൺ നൽകുന്ന ചോദ്യങ്ങൾക്ക് സ്ക്രീനിൽ തത്സമയം തന്നെ ഉത്തരം നൽകുന്നതിനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ സെഷൻസ് കൈകാര്യം ചെയ്യുന്നത് കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ പ്രഗത്ഭനായ അധ്യാപകൻ ശ്രീ ആകാശ് കുമാർ സാറാണ്. തൻ്റെ വേറിട്ട അധ്യാപന ശൈലി കൊണ്ട് കഴിഞ്ഞ 23 വർഷമായി വിദ്യാർത്ഥികൾക്കിടയിൽ സുസമ്മതനായ അദ്ദേഹത്തിന്റെ ക്ലാസ് നിങ്ങൾക്കേവർക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഉറപ്പാണ്. കൊട്ടിയം SN പോളിടെക്നിക് കോളേജിൽ നിന്നും 1994 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കരസ്ഥമാക്കിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ കരിയർ ലൈഫ് ആരംഭിക്കുന്നത്. പിന്നീട് കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech ബിരുദവും തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് MTech ബിരുദവും കരസ്ഥമാക്കി. അദ്ദേഹത്തിന്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് കൺട്രോൾ സിസ്റ്റം ആണ്. അധ്യാപനത്തിൽ തന്റെ ഇഷ്ടവിഷയമായ ഇൻഡക്ഷൻ മെഷീനിലാണ് ഇന്ന് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്സിനായി കാതോർക്കാം. Once again, I welcome all of you to the session and a warm welcome to Akhash sir on behalf of Technical Education Department, SITTTR and all the participants. Now I request Akhash sir to start the session. Thank you. Okay. Thank you, teacher. Good morning, all of you. Today we are discussing about induction machines. നിങ്ങൾക്കറിയാം S5 ഇലക്ട്രിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ 5031 എന്ന കോഴ്സ് കോഡോട് കൂടിയ സബ്ജക്റ്റ് ആണ് ഇൻഡക്ഷൻ മെഷീൻ. കോഴ്സ് ടൈറ്റിൽ അഥവാ നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് ഇൻഡക്ഷൻ മെഷീൻസ് എന്നാണ്. കോഴ്സ് കോഡ് 5031. ക്രെഡിറ്റ് 4 ആണ്. സിലബസുമായി ബന്ധപ്പെട്ട മറ്റ് വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. എങ്കിലും സബ്ജക്റ്റുമായുള്ള ചെറിയ ചില കാര്യങ്ങൾ പ്രതിപാദിച്ചു പോകാം. ആദ്യ 2 യൂണിറ്റുകൾ ട്രാൻസ്ഫോമേഴ്സുമായി ബന്ധപ്പെട്ട വിഷയവും പിന്നീട് 3-4 യൂണിറ്റുകളിൽ 3 ഫേസ് ഇൻഡക്ഷൻ മെഷീനുമാണ് അല്ലെങ്കിൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുമാണ് നമ്മൾ ഇതിൽ കൈകാര്യം ചെയ്യും. ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ളതും ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്നുള്ളതും പ്രാക്ടിക്കലി നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി. ട്രാൻസ്ഫോമേഴ്സും അത് സിംഗിൾ ഫേസും 3 ഫേസും അതിന്റെ വിശദാംശങ്ങളും അല്ലെങ്കിൽ പ്രവർത്തന രീതിയും അതിന്റെ പെർഫോമൻസ് അനാലിസിസുമാണ് നമ്മൾ 1-2 യൂണിറ്റുകളിൽ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് അടുത്ത 2 യൂണിറ്റുകളിലായി നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് 1ാമത്തെ യൂണിറ്റാണ്. 1ാമത്തെ യൂണിറ്റില് ഇന്ന് നമ്മൾ പറയുന്നത് ട്രാൻസ്ഫോമേഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ കൺസ്ട്രക്ഷൻ സംബന്ധമായ വിശദാംശങ്ങളും പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിലേക്ക് കടക്കുമ്പോൾ ഉള്ള ചില പ്രത്യേകതകളും അതിനകത്തുള്ള മറ്റു വസ്തുതകളുമാണ്. അത് സിസ്റ്റമാറ്റിക്കായി നമ്മൾ നോക്കുന്നു. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്കം, യു മസ്റ്റ് കോംപ്രിഹെൻഡ് the working principle of the transformer, the constructional details of the transformers, and the concept of ideal transformers. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കേണ്ടതാണ് കോഴ്സ് ഔട്ട്കം. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സും അതിന്റെ പ്രവർത്തന രീതികളുമാണ് വിശദീകരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായി കുറിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുള്ള സൗകര്യങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവണം. ഞാൻ പറയുന്നത് ഞാൻ കൃത്യമായി നിങ്ങളെ എഴുതി
കാണിക്കുന്നുണ്ടാവും. ഒപ്പം നിങ്ങൾ വേണ്ട നോട്ടുകൾ കുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഒപ്പം നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള അവസരമുണ്ട്. ടീച്ചർ പറഞ്ഞതുപോലെ അതിനായിട്ട് നിങ്ങൾക്ക് പ്രത്യേക സമയം അനുവദിക്കും. അവസാനം ഞാനൊരു 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അത് കൃത്യമായി നിങ്ങൾ ആൻസർ ചെയ്യണം. അതിനുള്ള സൗകര്യവും നമ്മുടെ ഈ സൗകര്യത്തിൽ ഇതിൽ ലഭ്യമാണ്. നിങ്ങളുടെ സ്ക്രീനിൽ അത് വളരെ ലളിതമായി ചെയ്യാവുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വാട്ട് ഇസ് എ ട്രാൻസ്ഫോമർ? ഇറ്റ്സ് an AC മെഷീൻ. നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ വരെ പഠിച്ച DC ജനറേറ്ററും DC മോട്ടറും അത് കൈകാര്യം ചെയ്യുന്നത് DC സപ്ലൈ ആണ്. എന്നാൽ നിങ്ങളുടെ സിലബസിൽ ആദ്യമായി നിങ്ങൾ ഒരു AC മെഷീൻ പഠിക്കുന്നു. സോ ട്രാൻസ്ഫോമർ is an AC മെഷീൻ. The next fact is it is a static one. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കൈകാര്യം ചെയ്ത DC ജനറേറ്ററും DC മോട്ടറും റൊട്ടേറ്റിംഗ് മെഷീൻസ് ആയിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് മുതൽ സംസാരിക്കുന്ന ട്രാൻസ്ഫോർമർ ഒരു സ്റ്റേഷനറി മെഷീനാണ്. അതായത് അതിൽ റൊട്ടേറ്റിംഗ് പാർട്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് റൊട്ടേഷണൽ ലോസസ് ഉണ്ടാവില്ലല്ലോ, അഥവാ മെക്കാനിക്കൽ ലോസ് ഇല്ല. സോ എഫിഷ്യൻസി ഈസ് ലിറ്റിൽ ബിറ്റ് ഹൈ ആൻഡ് ദാറ്റ് മേ ബി അപ് ടു 99%. അപ്പോൾ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിക് മെഷീനാണ് നമ്മൾ സംസാരിക്കുന്ന ട്രാൻസ്ഫോമേഴ്സ്. എന്താ ഇതിന്റെ ഡെഫിനിഷൻ? ട്രാൻസ്ഫോർമർ ഇസ് എ സ്റ്റാറ്റിക് മെഷീൻ. നമ്മൾ പറഞ്ഞു എന്താ ചെയ്യുന്നത് ഇത്? വിച്ച് ട്രാൻസ്ഫേഴ്സ് ദ ഇലക്ട്രിക്കൽ പവർ ഓർ എനർജി. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫർ ചെയ്യും ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ. ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷനിൽ there is no change in frequency. So transformer is a static machine which transfers electrical energy from one circuit to another without change in frequency. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, there we have two circuits. So here we consider two circuits. Let me consider two coils. നമ്മൾ രണ്ട് കോയിലുകൾ കൺസിഡർ ചെയ്തു, which are magnetically coupled. അത് മാഗ്നറ്റിക്കലി കപ്പിൾ ചെയ്തിരിക്കുകയാണ്, ഓർ ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ്. അപ്പൊ അത് കാന്തികമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതാ നമ്മൾ രണ്ട് കോയിൽസ് കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ ഒന്നാമത്തെ കോയിലിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് സർക്യൂട്ടിലേക്ക് ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു. ഓർക്കുക, ഇറ്റ് മസ്റ്റ് ബി ആൻ AC വോൾട്ടേജ്. നമ്മളൊരു AC വോൾട്ടേജ് സപ്ലൈ ചെയ്തു. നിങ്ങൾക്കറിയാം അതിലൂടെ ഒരു കറണ്ട് സർക്കുലേറ്റ് ചെയ്യുമല്ലോ. ലെറ്റ് ഇറ്റ് ബി I. അതിനെ ഞാൻ I എന്ന് മാർക്ക് ചെയ്യും. എന്ത് സംഭവിക്കും? ഒരു കോയിലാണ്, അതിലൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു, അപ്പൊ അതിലൂടെ ഒരു കറണ്ട് സർക്കുലേറ്റ് ചെയ്തു. ഓഫ് കോഴ്സ് there will be a flux. കൊടുത്തത് AC ആയതുകൊണ്ട് ഉണ്ടായ കറണ്ടും ഫ്ലക്സും ഇൻസ്റ്റന്റേനിയസ്ലി വേരിയിങ് ആയിരിക്കുമല്ലോ, അഥവാ ഓൾട്ടർനേറ്റിംഗ് ആണ്. അപ്പൊ ആ ഫ്ലക്സ് എന്ത് ചെയ്യും? അതിലൂടെ സർക്കുലേറ്റ് ചെയ്യും, അതിലൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രണ്ടാമത്തെ കോയിലിനെ സെക്കൻഡ് സർക്യൂട്ടിനെ അത് ലിങ്ക് ചെയ്യുമല്ലോ. then there will be an induced EMF. കാരണം അവിടെ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ഇൻസ്റ്റന്റേനിയസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാരഡേ എന്താ പറഞ്ഞത്? whenever a flux linkage changes, there will be an induced EMF. So in the second coil there will be an induced EMF and can be represented as E. See, then the first circuit or coil where which we have given the input, അതായത് നമ്മൾ ഒന്നാമത്തെ കോയിലല്ലേ ഇൻപുട്ട് കൊടുത്തത്, that coil can be termed as primary. The second circuit through which the output has been taken is secondary. So here we have two coils, one is a primary and other one is a secondary. See, അപ്പൊ നമ്മൾ രണ്ട് കോയിലുകൾ മാഗ്നറ്റിക്കലി കപ്പിൾ ചെയ്തു എന്ന് പറഞ്ഞു, ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ആണ്. അതിനിടയിൽ ഇപ്പൊ എന്താ ഉള്ളത്? നമ്മൾ ഒന്നും വെച്ചില്ലെങ്കിലും അവിടെ എയർ ഇല്ലേ? അപ്പൊ എയർ ആണ് ഈ രണ്ട് കോയിലുകൾക്കിടയിലുള്ളത്. ആലോചിച്ച് നോക്കിയേ, ഈസ് എയർ ഈസ് എ ഗുഡ് മീഡിയം ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ്? നോ. അതുകൊണ്ട് തന്നെ
there we provided a low reluctance path. അതായത് ഫ്ലക്സിനെ കടത്തിവിടാൻ ഉള്ള എതിർപ്പ് അഥവാ ഒപ്പോസിഷൻ കുറഞ്ഞ ഒരു മെറ്റീരിയൽ, അതാണ് ലോ റിലക്ടൻസ് കുറഞ്ഞ ഒരു പാത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോർ. അപ്പൊ ഓർക്കൂ, എന്താണ് കോർ? കോർ ഈസ് എ ലോ റിലക്ടൻസ് പാത്ത്. നിങ്ങൾക്കറിയാം, ഇറ്റ് മേ ബി അയൺ ഓർ ഇറ്റ്സ് അലോയ്സ്. ഒന്നുകിൽ അയണോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും അലോയ്സോ, മോസ്റ്റ് പ്രോബബ്ലി സ്റ്റീൽ, സംതിങ് ദാറ്റ് സിലിക്കൺ സ്റ്റീൽ ഓർ ക്രോമിയം സ്റ്റീൽ, സംതിങ് ലൈക്ക് ദാറ്റ്. So it is clear. What about the parts of the transformer? Primary, secondary, and the core, where core is the low reluctance path and made with iron or its alloys. See, in the primary, the input is given in electrical domain. In secondary also, the power or electrical energy is available, that is the electrical domain. Then how the power is transferred? In magnetic domain. അതായത് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് എനർജി ട്രാൻസ്ഫർ നടന്നത് എങ്ങനെയാ? അത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ സഹായത്തോടെ. അപ്പൊ നമുക്ക് മനസ്സിലായി, of course there will be an energy transfer, and during this transformation the voltage and current, I repeat, the voltage and current will transforms. That's the introduction about transform. Then now we are going to discuss the working principle. See, what is the working principle of transformer? സാധാരണ എല്ലാ ഇലക്ട്രിക് മെഷീൻസിനെയും പോലെ the transformer is also works with the principle of Faraday's laws of electromagnetic induction. And specifically we can say the working principle of transformer is mutual induction. കാരണം പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് എനർജി ട്രാൻസ്ഫർ നടന്നിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും the working principle is mutual induction. So that we can discuss in detail. See, നമ്മളിവിടെ രണ്ട് കോയിൽസ് കൺസിഡർ ചെയ്യുന്നു. ഞാൻ വരയ്ക്കാം, നിങ്ങൾ ഒപ്പം വരയ്ക്കുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. സി, ഫസ്റ്റ് ഞാനിതാ പ്രൈമറി വരച്ചു. സിംബോളിക് സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. സോ ദ പ്രൈമറി കോയിൽ ഇസ് there. In between the primary and secondary, it is represented the core. നോക്കണേ, with the help of two vertical straight lines we can represent the core. That is a schematic arrangement. So there we arrange the primary, secondary, and the low reluctance path core there. So in the primary, it is applied a voltage. അപ്പൊ നമുക്ക് പ്രൈമറിയിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. സി, പ്രൈമറിയിലതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഇനി ഇപ്പോൾ എപ്പോഴും ആ പാരാമീറ്റേഴ്സിനെ സഫിക്സ് ആയിട്ട് ഒരു 1 റെപ്രസെന്റ് ചെയ്യും. So let it be represent as V1. So what is V1? The primary applied voltage. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രൈമറി കൂടെ ഒരു കറണ്ട് കടന്നു പോകുമല്ലോ. നമുക്ക് അതിനെ ഇപ്പൊ എന്ത് മാർക്ക് ചെയ്യാം? I1. Then of course there will be a flux produced. അത് പോകാനാണ് നമ്മൾ കോർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലോ റിലക്ടൻസ് പാത്ത് ഉള്ളത്. സോ ത്രൂ ദ കോർ ഫ്ലക്സ് വിൽ ബി സർക്കുലേറ്റഡ്. അങ്ങനെയെങ്കിൽ ഇറ്റ് ലിങ്ക്സ് വിത്ത് ദ സെക്കൻഡറി. See, in the secondary, it induces a mutual induced EMF. നമുക്ക് അതിനെ എന്തെന്ന് മാർക്ക് ചെയ്യാം? E2. Then what is E2? E2 is the mutual induced EMF in secondary. So it is clear. നോക്കിയേ, ആ ഫ്ലക്സ് സ്വാഭാവികമായി നമ്മുടെ പ്രൈമറിയെ ലിങ്ക് ചെയ്യില്ലേ? അപ്പൊ പ്രൈമറിയിൽ ഒരു EMF ഉണ്ടാവില്ലേ? സോ ഇൻ ദ പ്രൈമറി ഓൾസോ ദർ വിൽ ബി ആൻ ഇൻഡ്യൂസ്ഡ് EMF. ഞാൻ അതിനെ E1 എന്ന് വിളിച്ചോട്ടെ. സോ ഇൻ ദ പ്രൈമറി ദർ വിൽ ബി ആൻ ഇൻഡ്യൂസ്ഡ് EMF E1. ഇപ്പൊ സ്വാഭാവികമായി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, പ്രൈമറിയിൽ ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V1 ഉണ്ട്, ഇൻഡ്യൂസ് ചെയ്ത EMF E1 ഉണ്ട്. എന്താ നമ്മളോട് ലെൻസ് പറഞ്ഞ്?
According to Lenz's law, the induced EMF opposes the cause. The primary self-induced EMF E1, V1 in opposite. Therefore, that E1 or primary self-induced EMF can be called as back EMF or counter EMF. Back EMF or counter EMF. See, in primary, what are the parameters? The primary applied voltage V1, the primary current I1, the primary self-induced EMF E1, the primary produced flux phi, and the secondary mutual induced EMF E2. So it is clear, by mutual induction, the input energy in the primary is now transferred to secondary. I think the working principle is now clear. ഇനി നിങ്ങൾ പരിചിതരാണ്, ട്രാൻസ്ഫോർമറിനെ നിങ്ങൾ പലയിടത്തിൽ പല വലിപ്പത്തിൽ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്റെ പരിസരത്തും നിങ്ങളുടെ പല ഉപകരണങ്ങളിലും, ഈവൻ ഇൻ കേസ് ഓഫ് ദാറ്റ് മൊബൈൽ ഫോൺ ഓൾസോ ദർ വി ഹാവ് എ ചാർജർ ആൻഡ് ദർ ഓൾസോ വി യൂസ് എ ട്രാൻസ്ഫോമർ. അപ്പൊ ഇത്ര വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെഷീൻ എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചില പരിചയങ്ങളുണ്ട്. സോ ഞാൻ ചില ക്ലാസിഫിക്കേഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം. So simply some classifications we are considering, some important classifications. Okay, നിങ്ങൾ ഇലക്ട്രിക്കൽ സിസ്റ്റം KSEBയുടെ ഭാഗമായിട്ട് തന്നെ പലയിടങ്ങളിലും ട്രാൻസ്ഫോമേഴ്സ് പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സബ്സ്റ്റേഷനുകളിൽ, റോഡ് വക്കിലൊക്കെ പലയിടത്തും നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. So some of the classifications, important classifications. The first classification is according to the number of phase, അതായത് സപ്ലൈക്ക് അനുസരിച്ച്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി, there we have two types, that is single phase transformers and three phase transformers. Then according to construction and the core and the construction speciality അനുസരിച്ച്, there also we had two types, the core type and shell type. See, then according to the transformation type, നമ്മൾ എന്തായാലും പറഞ്ഞു ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക്, അത് ഏത് തരത്തിലാണ് എന്നുള്ളതനുസരിച്ച്. So there we have step up transformers and the next one is step down transformers. Then according to the service, ഞാൻ പറഞ്ഞു നിങ്ങൾ സബ്സ്റ്റേഷനിലും ഈ നെറ്റ്വർക്കിൽ എന്റെ ഭാഗമായി പലയിടത്ത് റോഡ് വക്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. So according to the service, there also we had two types. One is power transformers and second one is distribution transformers. അപ്പൊ ഇതിൽ തന്നെ വേറെ പല ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ സംശയിക്കേണ്ട. ഈ കോർ ടൈപ്പ് കൺസ്ട്രക്ഷൻ അനുസരിച്ച്, കോറിന്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ച് കോർ ടൈപ്പ് ഷെൽ ടൈപ്പ്, അവിടെ വേണ ഒരു സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ പറയാം, ബെറി ടൈപ്പ്, ബട്ട് ദാറ്റ് ഇസ് നോട്ട് സോ കോമൺ, അതുകൊണ്ട് നമ്മൾ അത്ര പരിഗണിച്ചില്ല. സോ അക്കോർഡിംഗ് ടു ദാറ്റ് സർവീസ്, ട്രാൻസ്ഫോർമേഷൻ ടൈപ്പ്, അവിടെയും നമുക്ക് വേണമെങ്കിൽ പറയാം സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ കൂടാതെ ഐസൊലേഷൻ ട്രാൻസ്ഫോർമർ എന്നൊക്കെ നമുക്ക് പറയാം. ഇനി പവർ ട്രാൻസ്ഫോമേഴ്സും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സും അല്ലാതെ നിങ്ങൾ ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ചിലരെങ്കിലും ലാബിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സോ വെരി ഇമ്പോർട്ടൻറ്റ് one is auto transformer, one of other type, so one winding variable voltage transformer. Then the instrument transformers, CT and PT, the names are very familiar to you, that is current transformers and potential transformers, mostly used there in substations and in that power networks. So these are the some important classifications according to the application and our requirements. അപ്പോ ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി വ്യാപകമായി ഉപയോഗിക്കുന്നു, പലയിടങ്ങളിലും നമുക്ക് പരിചിതവുമാണ്. So now we are pass on to the next, some of the constructional details. Constructionally, ഞാൻ നിങ്ങളോട് പറഞ്ഞു there we had two types, mainly two type construction ആണെന്ന് പറഞ്ഞു, കോറിന്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ചാണെന്ന് പറഞ്ഞു. So mainly there we had two types. One is core type transformer, പറഞ്ഞല്ലോ. നോക്കി കോറിന് അപ്പൊ എന്തോ ചില പ്രത്യേകതയുണ്ട്, ഈ തരം കൺസ്ട്രക്ഷനിൽ കോറിന് എന്തോ പ്രത്യേകതയുണ്ട്. ഞാനൊന്ന് വരച്ച് കാണിക്കാം.
then it has become very simple. See, there we considered a rectangular core. ഞാനിതാ ഒരു റെക്ടാങ്കുലർ കോർ വരയ്ക്കുന്നു. ഓഫ് കോഴ്സ് അതൊരു സോളിഡ് പീസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സെൻട്രൽ ഒരു ഹോളൊക്കെ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഹാവിംഗ് 2 limbs. 2 അഗ്രഭാഗങ്ങളുണ്ട്. LIMB limbs. 2 limbs are there. On the first limb, ഒന്നാമത്തെ ആ അഗ്രഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് പ്ലേസ് ദ പ്രൈമറി വൈൻഡിങ്. ഞാൻ ആദ്യം ആ പ്രൈമറി വൈൻഡിങ് അവിടെ പ്ലേസ് ചെയ്യും. സോ ഇറ്റ് ഈസ് അറേഞ്ച് ദ പ്രൈമറി ഓൺ ഫസ്റ്റ് limb. And on the second limb, the secondary is arranged. So there is a rectangular core, and there is only 2 limbs. And on one limb, the primary, on the other limb, it is secondary is arranged, or it is arranged the secondary. So simply, here the winding covers the core. ഇവിടെ കോറിനെ വൈൻഡിങ് ചുറ്റി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. Then next type of construction is shell type. Shell type transformers അല്ലെങ്കിൽ shell type construction. അപ്പൊ എന്തോ പ്രത്യേകത ഉണ്ടല്ലോ, ഷെൽ ടൈപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. നോക്കൂ, ഞാനത് വരച്ച് കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ വ്യക്തമാകും. See, there we have a rectangular core. Sorry, there we have a rectangular core. നോക്കിയേ, ഇവിടെ മുമ്പത്തെ പോലെ 2 ലിംബല്ല, 3 ലിംബ് ഉണ്ട്. Okay, there we have 3 limbs. On the center limb, അപ്പൊ നമ്മൾ സെന്റർ ലിംബിലാണ് എന്തോ ചെയ്യാൻ പോകുന്നത്. On the center limb, first it is provided or it is fixed that primary. സെന്റർ ലിംബിൽ നമ്മൾ പ്രൈമറി അങ്ങ് ചുറ്റി വരിഞ്ഞ് വെച്ചു. Then it is insulated well, പേപ്പറോ കോട്ടണോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രൈമറിയെ നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്തു. Electrical insulation is provided. Around that, the secondary is wound. So the secondary is wound over the primary, which is placed on the center limb. Center limb ആദ്യം primary ചുറ്റി, പിന്നെ secondary ചുറ്റി. And they are electrically insulated with proper that cotton or paper or something like that. So നോക്കിയേ, ആ സെൻട്രൽ ലിംബിൽ വൈൻഡിങ് ചുറ്റിയതിന്റെ ഇടതും വലതും ഓരോ കോർ പാർട്ട് ഇല്ലേ. So it is clear, in shell type construction, the core covers the winding. Appo core type le winding covers the core, but in shell type, the core covers the winding. So that is a speciality of that construction in core. And according to that only, we can classify the transformers as core type transformers and shell type transformers. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഉണ്ട്, ബെറി ടൈപ്പ്. പ്രത്യേകത നമ്മൾ ഉപയോഗിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. വേറൊന്നും അല്ല, ഇവിടെ ഈ 2 or 3 ലിംബിനോ പകരം ഒരുപാട് ലിംബുകൾ ഉണ്ടാവും. അതായത് ഒരു ലിംബിൽ പ്രൈമറി വെച്ചിട്ട് ആവശ്യാനുസരണം നമുക്ക് സെക്കൻഡറി പലയിടങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കലി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. തിയറിറ്റിക്കലി ഇറ്റ് ഇസ് ഓക്കെ, ഫൈൻ. ബട്ട് സോ വി ആർ നോട്ട് യൂസിങ് ദാറ്റ് ടൈപ്പ് ഓഫ് കോർ കൺസ്ട്രക്ഷൻ. സോ മെയിൻലി വി ഹാവ് ഓൺലി 2 core type and shell type transformers. അപ്പോൾ അതിന്റെ എനർജി ലോസ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. അത് ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ കടക്കുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ദ കോർ ഈസ് ഓൾവേസ് ലാമിനേറ്റഡ്. ദ കോർ ഈസ് ഓൾവേസ് ലാമിനേറ്റഡ്. എന്തിനാ? ടു മിനിമൈസ് ദ എഡി കറന്റ് ലോസ്. അപ്പൊ എഡി കറന്റ് ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോറിനെ ലാമിനേറ്റ് ചെയ്യും. ഓർത്തു നോക്കൂ, നിങ്ങൾ DC മെഷീൻസിൽ ആർമേച്ചർ കോറും പോൾ കോറും ഒക്കെ നിങ്ങൾ ലാമിനേറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? എന്തിനായിരുന്നു? എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ. എന്താ എഡി കറന്റ്? നോക്കിയേ, നമ്മൾ ഇവിടെ പ്രൈമറിയിൽ ഒരു സപ്ലൈ കൊടുത്തപ്പോ അവിടെ ഒരു കറണ്ട് ഉണ്ടായപ്പോ ഒരു ഫ്ലക്സ് ഉണ്ടായത് സെക്കൻഡറിയെ ലിങ്ക് ചെയ്ത കാര്യം നമ്മൾ പരിഗണിച്ചു. പക്ഷെ അവിടെ ഒരു അപകടമില്ലേ? നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത ലോ റിലക്റ്റൻസ് പാത്ത് അയൺ, ഇരുമ്പോ അല്ലെങ്കിൽ അതിന്റെ സങ്കര ലോഹങ്ങളോ. That is also a good conductor of electricity. അതും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലേ, അവിടെ ഈ ഫ്ലക്സ് ലിങ്ക് ചെയ്യില്ലേ. സോ ഇൻ ദാറ്റ് കോർ ഓൾസോ there will be an induced EMF. ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെയോ മിനിമൈസ് ചെയ്യാം. അതിനോ ലാമിനേറ്റ് ചെയ്യും. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ലാമിനേറ്റ് ചെയ്യുമെന്നാ പറഞ്ഞത്. എന്താണ് ലാമിനേഷൻസ്?
അപ്പൊ എഡി കറന്റ് ലോസ് ഒഴിവാക്കാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ മിനിമൈസ് ദാറ്റ്. ഹൗ വി ക്യാൻ മിനിമൈസ്? സി, നമ്മൾ എന്ത് ചെയ്യും? The solid core is made into slices. നമ്മൾ ചെറിയ ചെറിയ ചീളുകളാക്കും. Then each slices are insulated with varnish. See, നമ്മൾ ചീളുകളാക്കി, എന്നിട്ട് ഓരോ ചീളുകളെയും ഓരോ സ്ലൈസിനെയും നമ്മൾ എന്ത് ചെയ്തു? ഇൻസുലേറ്റ് ചെയ്തു. എന്ത് വെച്ച്? വാർണിഷ് വെച്ച്. സോ വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് വാർണിഷ്? ഇറ്റ്സ് എ ലിക്വിഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. അപ്പൊ എന്താ പ്രത്യേകത? അത് അപ്ലൈ ചെയ്താൽ അതെല്ലായിടത്തും ഒഴുകി പരന്ന് അവിടെയുള്ള ക്യാവിറ്റി ഓയിഡ്സ് ഒക്കെ അങ്ങ് ഫില്ലാവും. എന്നിട്ട് നമ്മൾ അടുത്ത സ്ലൈസ് എടുത്ത് വയ്ക്കും. ഓക്കെ, എന്നിട്ടോ അവസാനം ഇതെല്ലാം കൂടെ അമർത്തി ഇംപ്രഗ്നേറ്റ് ചെയ്ത് സോളിഡ് കോർ ആക്കും. അപ്പൊ കോറിന്റെ ഷേപ്പും സൈസും എല്ലാം ക്ലിയർ ആയിരിക്കും. Then we can say, ഒന്ന് ക്ലിയർ ചെയ്യാം, കാരണം എന്റെ ആ സ്ക്രീൻ ഷെയറിന് ഒരു ചെറിയ എറർ വന്നു, എന്തോ ഒരു ബഗ് കാണിക്കുന്നു. ഐ വിൽ ക്ലിയർ. സാറേ, ഒരു ചോദ്യമുണ്ട്. എന്താണ് CRGO? എന്താണ് CRGO? അതായത് നമ്മൾ ഈ കോറുമായി ബന്ധപ്പെട്ട് ഇനി ഡീറ്റെയിൽസ് പറയും. അതായത് കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ് എന്നുള്ളതാണ് CRGOയുടെ ഫുൾ ഫോം. അത് പ്രത്യേക രൂപത്തിൽ കോറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ലോസിനെ പരമാവധി കുറയ്ക്കാനാവുന്ന ഒരു മെറ്റീരിയൽ ആണ് CRGO. അത് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ കോറിലുള്ള മാഗ്നറ്റിക് ലോസ് അഥവാ ഹിസ്റ്റീരിസിസ് ലോസ്, എഡി കറന്റ് ലോസ് കുറയ്ക്കാനാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതാണ് CRGO. കോർ മെറ്റീരിയൽ ആയിട്ട് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി നമ്മൾ CRGO പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ വല്ലതും ഉണ്ടോ? സർ, ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ടീച്ചറെ, കോർ കവേഴ്സ് വൈൻഡിങ് ആൻഡ് വൈൻഡിങ് കവേഴ്സ് കോർ എന്ന് പറയുന്ന. അപ്പൊ ഇതുപോലെ നമുക്ക് വേറെ രീതി ചെയ്തു നോക്കാം. നമുക്ക് രണ്ട് എൽ ഷേപ്ഡ് സ്ലൈസ് എടുത്ത് വെക്കാം. നോക്കിയേ, എൽ. ആദ്യം ഞാനൊരു എൽ ഷേപ്ഡ് സ്ലൈസ് എടുത്ത് വെച്ചു. എന്നിട്ടോ വേറൊരു എൽ എടുത്ത് ഇൻവേർട്ടഡ് ഷേപ്പിൽ വെക്കുക. നോക്കിയേ, ചേർത്ത് വെച്ചാൽ അത് കോർ ടൈപ്പ് ആവില്ലേ, അല്ലെങ്കിൽ കോർ ആവില്ലേ? സോ സ്യൂട്ടബിളി വി അറേഞ്ച് ദ സ്ലൈസസ് അക്കോർഡിംഗ് ടു അവർ റിക്വയർമെന്റ്. ഇനിയിപ്പോ ഒരു ഷെൽ ടൈപ്പ് കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ എന്ത് വേണം? നോക്കിയേ, ഞാൻ ആദ്യം ഒരു ഈ ഷേപ്പില് ക്യാപിറ്റൽ ഈ ആകൃതിയിലുള്ള ഒരു സ്ലൈസ് എടുത്ത് വെച്ചു. അതിന് 3 ലിമ്പുണ്ടേ. മുകളിൽ ഒരു ഐ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഒരു 1ന്റെ ആകൃതിയിലുള്ള ഒരു പീസ് എടുത്ത് വെച്ചാൽ പോരെ. സോ സിംപ്ലി ഇറ്റ് ഈസ് ക്ലിയർ, laminated to minimize the eddy current loss. Each slices, for that the core is made into slices, and each slices are laminated with varnish. Okay, that's details regarding that construction. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമേഴ്സ് ആണ്. അപ്പൊ ഈ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോർമർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അവിടെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. കാരണം അവിടെ വൈൻഡിങ് ഉണ്ട്, കോർ ഉണ്ട്, വൈൻഡിങ്ങിന് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വൈൻഡിങ്ങിന് വോൾട്ടേജ് ഡ്രോപ്പ്, റെസിസ്റ്റീവ് ഡ്രോപ്പ് വരാം, ലോസ് വരാം, I²R ലോസ് വരാം, മാഗ്നറ്റിക് ലോസസ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള പല പ്രായോഗിക പ്രശ്നങ്ങളും നമുക്കൊരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാവാം. സോ നമുക്കത് ക്ലിയർ ആയി മനസ്സിലാകാൻ, ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ കൺസിഡർ an ideal transform. An ideal transform. What is an ideal transformer? We assume that there is no winding resistance
അതായത് നമ്മുടെ ഈ വൈൻഡിങ്ങിന് റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവിടെ റെസിസ്റ്റൻസ് മൂലമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ലല്ലോ. സോ ദർ ഇസ് നോ വോൾട്ടേജ് ഡ്രോപ്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അസ്യൂംഡ് ദർ ഇസ് നോ ലോസസ്. അപ്പൊ അവിടെ ലോസും ഇല്ല. അപ്പൊ എന്ത് മനസ്സിലായി? ദർ ഇസ് നോ ലോസ്, നോ റെസിസ്റ്റീവ് ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഈക്വൽസ് ഇൻപുട്ട് എന്നല്ലേ കൺസിഡർ ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ? Efficiency equals 1 or 100%. So first of all, we assume or consider an ideal transformer, and it is assumed there is no resistance and there is no losses. അപ്പൊ നമുക്കൊരു ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്യാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാറേ, കണ്ടിന്യൂ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പോ നമ്മളിത് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്തു. ഞാൻ നമുക്കൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ വരയ്ക്കാം. സി, നമ്മളൊരു ട്രാൻസ്ഫോമർ വരയ്ക്കുന്നു. എ കോർ ഇസ് കൺസിഡേർഡ്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ അതിലൊരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്. ആ പ്രൈമറി വൈൻഡിങ്ങും അതിനപ്പുറത്തെ ലിമ്പിൽ ഒരു സെക്കൻഡറി വൈൻഡിങ് കൺസിഡർ ചെയ്തു. So in the primary, it is applied a voltage V1. Primary, secondary, നമ്മൾ വൈൻഡിങ് വരച്ചു. ഇനിയിപ്പോ നമ്മൾ പ്രൈമറിയിലുള്ള ഓരോ പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നു. സി, പ്രൈമറിയിൽ ഞാനൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. എന്തായിരിക്കും അതിന് പേര് കൊടുക്കുക? V1. തീർച്ചയായിട്ടും അവിടെ ഒരു കറണ്ട് പോകുമല്ലോ. ഞാൻ അതിന് I1 എന്ന് പേര് കൊടുക്കുന്നില്ല. ബട്ട് ഇറ്റ് ഇസ് റെപ്രസെന്റ് ആസ് I mu. കാരണം അവിടെ റെസിസ്റ്റൻസ് ഇല്ലെന്ന് നമ്മൾ അസ്യൂം ചെയ്തല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഇൻഡക്റ്റീവ് എഫക്റ്റ് മൂലം ഉണ്ടാവുന്നതായിരിക്കുമല്ലോ. അപ്പൊ ആ കറണ്ടിനെ മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് വിളിക്കാനാ അത് ഭാവിയിൽ നമുക്ക് ആവശ്യമുണ്ട്. സോ നൗ ദ കറണ്ട് ഇസ് റെപ്രസെന്റഡ് ആസ് I mu. തീർച്ചയായും അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവുമല്ലോ, ഫൈ. അതെന്ത് ചെയ്യും? ആ കോറിലൂടെ സർക്കുലേറ്റ് ചെയ്യുമല്ലോ. അതാണ്ട് ആ കോറിന്റെ സെന്ററിലൂടെ അത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. നമുക്കൊരു ഡയറക്ഷനെ കാണിക്കാം. ക്ലോക്ക് വൈസ് എന്ന് മാർക്ക് ചെയ്യാം. ഓഫ് കോഴ്സ് on the secondary there will be a mutually induced EMF E2, and in primary there will be a self-induced EMF E1. അപ്പോ നമ്മുടെ ഈ ഐഡിയൽ ട്രാൻസ്ഫോർമറിന്റെ ഇപ്പോഴുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് പ്രൈമറി വോൾട്ടേജ് ഇസ് there V1, there is a current I mu, and there is a core flux phi, and the mutual induced EMF E2 and the self-induced EMF E1. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ വേവ് ഫോം ഒക്കെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ ഇതിന്റെ വേവ് ഫോം കൂടി പരിഗണിക്കുന്നു. Teacher, is it audible? Is there any problem? Yes, sir, audible. No problem. You can continue. Okay. Yes. So now I am representing that wave form. And ഞാൻ ഒരു graphical representation ഒക്കെ ചെയ്ത് കാണിക്കാം. So this is become simple. അപ്പൊ ഞാൻ ഒരു x ആക്സിസും y ആക്സിസും ഒക്കെ വരയ്ക്കണം. നോക്കിയേ, അതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നോക്കൂ. x ആക്സിസും y ആക്സിസും രണ്ട് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇതിൽ നമ്മൾ ഓരോ പാരാമീറ്റേഴ്സ് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണേ. പ്രൈമറിയിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V1 ആണ്. അവിടെ ഉണ്ടായ കറണ്ട് I mu ആണ്. അവിടെ ഉണ്ടായ ഫ്ലക്സ് ഫൈ ആണ്. മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF E2 ആൻഡ് ദ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF E1. അപ്പൊ നമുക്ക് ആദ്യം പ്രൈമറിയിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V1 എന്ന് വരയ്ക്കാം. എ സി ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ സിനുസോയിഡൽ വോൾട്ടേജ് വരച്ചു. ഇതാണ്ട് V1 റെപ്രസെന്റ് ഫ്രം 0. നമ്മൾ 0 ഡിഗ്രിയിൽ നിന്ന് തുടങ്ങി 90 ഡിഗ്രി ആയപ്പോൾ അത് മാക്സിമം ആയി. പിന്നെ 180 ഡിഗ്രിയിൽ അത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. 360 ഡിഗ്രി വരെയുള്ള ഒരു സൈക്കിൾ, അതിനിടയ്ക്ക് ഒരു 270 ഡിഗ്രിയിൽ ഒരു നെഗറ്റീവ് മാക്സിമം ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി V1. നമ്മൾ അതിന് V1 എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ V1 അപ്ലൈ ചെയ്തപ്പോ എന്താ സംഭവിച്ചേ? അവിടെ ഒരു മാഗ്നറ്റൈസിംഗ് കറന്റ് I mu വന്നില്ലേ? നോക്കിയേ, ആ I mu എന്താ സ്വഭാവം? ഇറ്റ് ഈസ് പ്യുവർലി ഇൻഡക്റ്റീവ്.
അവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റേ ഉള്ളൂ, റെസിസ്റ്റൻസ് ഇല്ലെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സോ ഓഫ് കോഴ്സ് ഇറ്റ് ലാക്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി. അപ്പോ ഇതാണ് ഞാൻ ഐ മ്യൂ വരയ്ക്കുന്നു. എന്താ സ്വഭാവം? ഇറ്റ് ലാക്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി. V1നെ 90 ഡിഗ്രി ലാഗ് ചെയ്ത് അവിടെ ഒരു കറണ്ട് ഐ മ്യൂ ഉണ്ടായി. അപ്പൊ അത് 90 ഡിഗ്രി ആകുമ്പോൾ 0 ആയി. വോൾട്ടേജ് 0 ആകുമ്പോൾ അത് നെഗറ്റീവ് മാക്സിമം ആണ്. അങ്ങനെ നമ്മൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? കോറിലൂടെ ഒരു ഫ്ലക്സ് ഉണ്ടാവില്ലേ? ഐ മ്യൂ അല്ലേ അവിടെ നമ്മൾ ഫ്ലക്സ് ഉണ്ടാക്കിയ കറണ്ട്. അങ്ങനെയെങ്കിൽ അതേ ഫേസിലായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഒരല്പം അളവ് കുറച്ച് വരയ്ക്കുന്നു, വേറൊരു സ്കെയിൽ എടുത്ത് വരയ്ക്കുന്നത് പോലെ. പലതും പല സ്കെയിലിൽ നമുക്ക് വരയ്ക്കാം, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയണു. അപ്പൊ അതാണ്ട് നമ്മൾ അതിന്റെ ഫ്ലക്സ് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഫ്ലക്സ് ഈസ് റെപ്രസെന്റ് ഓൺ ദ സെയിം ഫേസ്. അപ്പോ ഐ മ്യൂ മാക്സിമം ആവുമ്പോൾ ഫ്ലക്സും മാക്സിമം ആവും. 0 ആവുമ്പോൾ 0 ആവുമല്ലോ. സോ വി ക്യാൻ റെപ്രസെന്റ് ദാറ്റ് ഫ്ലക്സ് ഇൻ സെയിം ഫേസ് ഓഫ് ദാറ്റ് ഐ മ്യൂ. അപ്പൊ നമ്മൾ എന്താ പ്രത്യേകത? ഈ കോറിലൂടെ ഈ ഫ്ലക്സ് അങ്ങോട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്തു, അപ്പൊ ഒരു കറണ്ട് ഉണ്ടായി, അപ്പൊ ഒരു ഫ്ലക്സ് ഉണ്ടായി. ഫ്ലക്സ് കോറിലൂടെ സർക്കുലേറ്റ് ചെയ്തു. സെക്കൻഡറി ലിങ്ക് ചെയ്തപ്പോഴോ E2 ഇൻഡ്യൂസ് ചെയ്യത്തില്ലേ? മ്യൂച്വൽ ഇൻഡ്യൂസ് EMF E2. എന്താ പ്രത്യേകത? അക്കോർഡിംഗ് ടു ലെൻസസ് ലോ ഒപ്പോസസ് എ കോസ്. എന്താ ഇവിടുത്തെ കോസ്? V1 അല്ലേ? അപ്പൊ V1 ഓപ്പോസിറ്റ് ഡയറക്ഷനില് ഇതാ E2 ഇൻഡ്യൂസ് ചെയ്യുന്നു. The secondary induced EMF E2 is opposite in phase to that V1, a secondary. A secondary induced EMF E2നെയാണ് നമ്മളിപ്പോ വരച്ചത്. ഓക്കെ, ക്ലിയർ? ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. പ്രൈമറിയിൽ ഒരു സെൽഫ് ഇൻഡ്യൂസ് EMF E1 ഇല്ലേ? അതും ലെൻസസ് ലോ അനുസരിച്ച് V1 ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുമല്ലോ. അത് ഞാൻ വേറൊരു സ്കെയിലിൽ വരയ്ക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, E1 ആണോ E2 ആണോ വലുത്? ഏതായാലും പ്രശ്നമില്ല, ദാറ്റ് ഡിപ്പെൻസ്. അത് നിങ്ങൾക്ക് അടുത്ത ടോപ്പിക് എത്തുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ അത് രണ്ട് അളവിലാണ് വയ്ക്കുന്നത്, പക്ഷെ രണ്ടും V1 ഓപ്പോസിറ്റ് ഫേസിലാണ്. അപ്പോൾ V1 പോസിറ്റീവ് ആയിരിക്കുമ്പോൾ E1 E2 നെഗറ്റീവ് ആയി. സോ ദ വേവ് ഫോംസ് ഓഫ് ദ E1 ആൻഡ് E2 ആർ represented. Okay, teacher, is it clear? Yes. Okay. Then next one is a very important fact, that is നമുക്കറിയാം AC അല്ലേ. So all the AC parameters can be represented as phases. So there we have to draw the phasor diagram. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ കൺസിഡർ ചെയ്ത ഓരോ പാരാമീറ്റേഴ്സിനെയും വെക്ടേഴ്സ് ആയി അല്ലെങ്കിൽ ഫേസേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോകും. So phasor diagram, or simply we can call it as or represent as a vector diagram. First of all, അപ്പൊ ഞാൻ എന്റെ വെക്ടർ ഡയഗ്രാം കൂടെ വരച്ച് കാണിക്കുമ്പോൾ നമുക്ക് ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി മനസ്സിലാവും. ശ്രദ്ധിക്കൂ, എന്തൊക്കെയാ നമുക്ക് ഉള്ളത്? V1, I mu, phi, E2 and E1. See, first it is represented the primary applied voltage V1. അപ്പൊ ഞാൻ എന്താണ്ട് ഒറിജിനിൽ നിന്ന് നേരെ മുകളിലോട്ട് V1 വരച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കിയേ? പ്രൈമറിയിൽ V1 അപ്ലൈ ചെയ്താൽ 90 ഡിഗ്രി ലാഗ് ചെയ്ത് ഐ മ്യൂ ഉണ്ടാവില്ലേ? സോ ദർ ഇസ് എ മാഗ്നറ്റൈസിംഗ് കറന്റ് ഓർ പ്യൂർലി ഇൻഡക്റ്റീവ് കറന്റ് വിൽ പ്രൊഡ്യൂസ് which lags the voltage by an angle 90 degree. So there is a magnetizing current I mu. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കറണ്ട് കൊണ്ട് എന്ത് പറ്റി? അവിടെ ഒരു ഫ്ലക്സ് ഫൈ ഉണ്ടായില്ലേ? അത് ആ കറണ്ടിന്റെ സെയിം ഫേസിൽ തന്നെയല്ലേ? ആൻഡ് ദാറ്റ് ലെറ്റ് ഇറ്റ് ബി ഫൈ. അപ്പോ ഐ മ്യൂവിന്റെ അതേ ഫേസിൽ തന്നെ ഫൈ. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു അല്പം സ്കെയില് അളവ് മാറ്റി വരയ്ക്കും. അപ്പൊ എന്താ പറ്റിയേ? അത് കോറിലൂടെ സർക്കുലേറ്റ് ചെയ്തു, പ്രൈമറിയെ സെക്കൻഡറിയെ ലിങ്ക് ചെയ്തു. സോ ഇൻ സെക്കൻഡറി there will a mutual induced EMF E2 and primary there will be an induced EMF E1. ഇത് രണ്ടും V1 ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുമല്ലോ. സോ V1 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ആദ്യം E1 E2 വരച്ചു. അപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, അതിന്റെ അളവുകൾ ഒരു പ്രശ്നമല്ല. ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ള സംശയം വേണ്ട. So we can say that is E2 or E1 is higher or small, that depends.
അത് നമ്പർ ഓഫ് ടേൺസ് അനുസരിച്ച് മാറും എന്ന അടുത്ത ടോപ്പിക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത് എങ്ങനെ വരച്ചാലും ശരിയാണ്. സോ ദാറ്റ് ഈസ് എ ഫേസർ റെപ്രസെന്റേഷൻ ഓഫ് ദാറ്റ് ഐഡിയൽ ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ ഇടയ്ക്ക് ചില ബ്രേക്ക് വന്നതുകൊണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ട്രാൻസ്ഫോമേഴ്സ് ആണ് തുടങ്ങിയത്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങളുടെ കുറിപ്പുകളിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട്. എങ്കിലും ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പോവാം. നോക്കിയേ, ട്രാൻസ്ഫോമേഴ്സ്, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അത് AC മെഷീൻ ആണെന്ന് പറഞ്ഞു, അതൊരു സ്റ്റാറ്റിക് മെഷീൻ ആണെന്ന് പറഞ്ഞു. Then find what is the definition of the transformers. So it is a static machine which transfers electrical energy from one circuit to another without change in frequency. അപ്പൊ AC സപ്ലൈ ആണ്. അത് കൃത്യമായി പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്കാണ് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അത് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആയിട്ടുള്ള രണ്ട് കോയിലുകളാണെന്ന് പറഞ്ഞു. സോ സ്പെസിഫിക്കലി ദാറ്റ് ഇസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ is mutual induction, and by induction the electrical energy is transferred from one circuit to another. The circuit which we are given the input is called the primary, and the output taken circuit is called secondary, and there we provided a low reluctance path which is the core. Okay, so during this transformation the voltage and current, I repeat, the voltage and current will transform. That is also we want to know specifically. Then we consider the working principle, that is a mutual induction, and there also we have some things in primary, that is a self-induced EMF, can called as back EMF or counter EMF, and secondary, that is a mutual induced EMF. So that is what is E2, and here the mutual inductance of the primary and secondary windings is also high. അങ്ങനെ നമുക്ക് പറയാം, ഈ രണ്ട് വൈൻഡിങ്ങിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഹൈ ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഏകദേശം ഒന്ന് നോക്കി. ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻസ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി. അത് സപ്ലൈ അനുസരിച്ചും കൺസ്ട്രക്ഷൻ അനുസരിച്ചും ട്രാൻസ്ഫോർമേഷൻ ടൈപ്പ് അനുസരിച്ചും സർവീസ് അനുസരിച്ചും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സ്പെഷ്യൽ ടൈപ്പ് ഉള്ള കാര്യം ഓർപ്പിച്ചു. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. കോർ ടൈപ്പ്, ഷെൽ ടൈപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അത് ലാമിനേറ്റ് ചെയ്യും, എഡി കറന്റ് ലോസ് കുറയ്ക്കാനാണ് എന്നുള്ള കാര്യം പറഞ്ഞു. സ്ലൈസസ് എന്ന് പറയുന്നത് പല ഷേപ്പിലാണെന്ന് പറഞ്ഞു. പല ഷേപ്പ് എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോർമർ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോർമർ ആണ് കൺസിഡർ ചെയ്തത്. ഐഡിയൽ ട്രാൻസ്ഫോമേഴ്സിന്റെ പാരാമീറ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അതിന്റെ വേവ് ഫോംസ്, ദെൻ വെക്ടർ ഡയഗ്രംസ്, സോ ഓർ ദ ഫേസർ ഡയഗ്രംസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഇടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും ആവാം. അവസാനം ഞാൻ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് തരുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഉത്തരങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എത്ര ആണെന്ന് മനസ്സിലാക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങളുടെ സ്ക്രീനിൽ അത് അപ്പിയർ ചെയ്യും, അപ്പോഴേ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങൾ മറ്റു കാര്യങ്ങൾ ചോദിക്കും. ഹലോ സാർ, കേൾക്കാമോ? യെസ് സാർ, യെസ് സാർ. സാർ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആക്ച്വലി ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ DC. ട്രാൻസ്ഫോമർ ഡസ് നോട്ട് വർക്ക്സ് ഓൺ DC. വൈ? There is no change in that applied voltage. കാരണം ഫാരഡേ പറഞ്ഞത് എന്താ? Whenever a conductor links with fluxes changes, there will be an induced EMF. അതായത് ഒരു കണ്ടക്ടറിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുമ്പോഴേ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. നോക്കിയേ, DC-യുടെ കർവ് നമുക്ക് വരച്ചു നോക്കാം. അത് നമ്മൾ വരയ്ക്കുമ്പോൾ DC-യുടെ കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അപ്പോ അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് 0യിൽ നിന്ന് മാക്സിമത്തിലോട്ട് പോകും. പിന്നെ അവിടെ ചേഞ്ച് ഇല്ലല്ലോ. So when the DC supply is applied to that transformer, it burns. ഒരിക്കൽ പറഞ്ഞാൽ അത് കത്തിപ്പോകുമെന്ന് ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. Because there is no instantaneous changes, but if you are applying AC with respect to each instantaneous changes, there will be an induced EMF in secondary. ഓരോ ഇൻസ്റ്റന്റിലും ആ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൽ ചേഞ്ച് ഉണ്ടാവുന്നത് കൊണ്ട് ഫ്ലക്സിലും കറണ്ടിലും ചേഞ്ച് ഉണ്ടാവും. So there it induces an EMF. Sir. One, materials used for making the core. Yes. ഞാൻ പറഞ്ഞു നല്ല മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉപയോഗിക്കും. അത് അയൺ, അതിന്റെ അലോയ്സ് എന്നുള്ളതാണ് ഞാൻ പരിഗണിച്ചത്. അയൺ പ്യുവർ ഫോമിൽ സോഫ്റ്റ് അയൺ അല്ലെങ്കിൽ റോട്ട് അയൺ എന്നാണ് നമ്മൾ പറയുക. അതിനെ നമ്മൾ സ്ട്രോങ് ആക്കാൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂട്ടാൻ കാർബൺ ആഡ് ചെയ്യും. Then it is become called steel. So according to that application, different steels, for example silicon steel, chromium steel are mainly used, or specifically there we have that CRGO, cold rolled grain oriented materials are also preferred. That depends upon the applications.
അതിന് നിങ്ങൾ പഠിക്കും, ലോസസ് ഒക്കെ പഠിക്കുമ്പോൾ ഹിസ്റ്റീരിസിസ് ലോസ്, എഡി കറന്റ് ലോസ് അങ്ങനെയുള്ള ലോസസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ കുറയ്ക്കാനും അതിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചും ഒക്കെ നമ്മൾ പല മെറ്റീരിയൽസ് പരിഗണിക്കും. പ്രധാനമായും അയണും അതിന്റെ അലോയ്സും. സ്പെസിഫിക്കലി സ്റ്റീൽ പ്രത്യേകിച്ച് ഓർക്കണം, അത് ഒന്നുകിൽ സിലിക്കൺ സ്റ്റീൽ അല്ലെങ്കിൽ ക്രോമിയം സ്റ്റീൽ. ഇനി ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവിടെ ഹിസ്റ്റീരിസിസ് ലോസും എഡി കറന്റ് ലോസും കുറയ്ക്കാനാണെന്ന് ഓർക്കണം. അവിടെ ലാമിനേറ്റ് ചെയ്യുമ്പോൾ ആ ലാമിനേഷൻസിന്റെ തിക്നെസ് ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ കരുതി ആരെങ്കിലും ചോദിക്കുമെന്ന്. അവിടെ അത് ദ തിക്നെസ് ഓഫ് ഈച്ച് ലാമിനേഷൻ ഇസ് അബൌട്ട് 0.5 mm to 1 mm. വളരെ തിന്നായിരിക്കും. നമ്മൾ ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡിന്റെ തിക്നെസ് നോക്കിയേ, അത് 1 mm കുറവാണ്. അപ്പോൾ വളരെ തിൻ ലെയേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. മോസ്റ്റ് പ്രോബബ്ലി ദാറ്റ് ഇസ് 0.5 mm തിക്ക്. ഓക്കെ സാർ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിഷ്ണുവിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് എഡി കറന്റ് ലോസും ഹിസ്റ്റീരിസിസ് ലോസും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാ ചോദിച്ചു. തീർച്ചയായും. ഓക്കെ, എഡി കറന്റ് ലോസ് ഞാൻ പറഞ്ഞു, there will be an induced EMF there in the core part. യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്തത് വിഷ്ണുവേ, നമ്മള് പ്രൈമറിയിൽ കൊടുത്ത പ്രൈമറിയിൽ കൊടുത്ത സപ്ലൈ സെക്കൻഡറിയിലേക്ക് എത്താം. അപ്പൊ സ്വാഭാവികമായിട്ട് സെക്കൻഡറിയിൽ മാത്രം എത്തിയാൽ മതി. പക്ഷെ നോക്കിയേ, ആ കോറ് വഴിയാണ് ഫ്ലക്സ് കടന്നു വരുന്നത്. നോക്കിയപ്പോ എന്താ, ഇരുമ്പല്ലേ, അയണല്ലേ, അവിടെ ലിങ്ക് ചെയ്യുമല്ലോ, അതിനകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഒഴിവാക്കാൻ പറ്റുമോ? നമ്മളവിടെ അതിനോട് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്, ദയവായി ഈ കോറിനെ ലിങ്ക് ചെയ്യരുത്, EMF ഇൻഡ്യൂസ് ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ ഫ്ലക്സ് കേൾക്കത്തില്ല. സോ ഇറ്റ് ഇൻഡ്യൂസസ് ആൻ EMF there in the core also. അപ്പൊ എന്ത് ചെയ്യും, കോറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-നെ അതിനകത്തൊരു സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാക്കുമല്ലോ, ദാറ്റ് കറണ്ട് ഈസ് കോൾഡ് എഡി കറണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ നമ്മൾ മിനിമൈസ് ചെയ്യുമെന്ന് പറഞ്ഞു, ഒഴിവാക്കാൻ നമുക്ക് വഴിയില്ല, ബട്ട് വി ക്യാൻ മിനിമൈസ്. ദെൻ സിമിലർലി ഹിസ്റ്റീരിസിസ് ലോസ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ബേസിക് പഠിച്ചിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ഈച്ച് മാഗ്നറ്റൈസേഷൻ സൈക്കിൾ there produces hysteresis loop. ഒരു ഹിസ്റ്റീരിസിസ് ലൂപ്പ് ഉണ്ടാവും. അപ്പൊ ഈ ഹിസ്റ്റീരിസിസ് ലൂപ്പ് ഉണ്ടാവുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി അല്ലേ കുറച്ച് ആ വഴിക്ക് പോകുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ എ ലോസ് കോൾഡ് ഹിസ്റ്റീരിസിസ് ലോസ്. അപ്പൊ നമുക്ക് രണ്ടു തരം ലോസ് ഉണ്ട്, പ്രധാനമായും മാഗ്നറ്റിക് ലോസ്, ഹിസ്റ്റീരിസിസ് ലോസ്, എഡി കറന്റ് ലോസ്. ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ വിശദമായി നിങ്ങളോട് സംസാരിക്കും. എങ്കിലും ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് രണ്ടും മാഗ്നറ്റിക് ലോസസ് ആണ്. രണ്ടും മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രത്യേകതയും സ്വഭാവവും അനുസരിച്ചിട്ടാണ്. അത് കുറയ്ക്കാൻ നമ്മൾ പ്രത്യേക മെറ്റീരിയൽസ് എടുക്കും. പിന്നെ എഡി കറന്റ് ലോസസ് കുറയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ലാമിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, വൈ ലെയർ ഈസ് യൂസ്ഡ് ഫോർ കോർ ഇൻസ്റ്റെഡ് ഓഫ് സോളിഡ് കോർ? ഈ എഡി കറന്റ് ലോസ് കുറയ്ക്കാനാണെന്ന്. അതായത് സോളിഡ് കോർ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എല്ലായിടത്തും ഉണ്ടാവുന്ന ഇൻഡ്യൂസ് EMF ചേർന്ന് വലിയൊരു എഡി കറന്റ് ഉണ്ടാവത്തില്ലയോ? ഇപ്പൊ ഒരു സ്ലൈസ് ആക്കി കഴിഞ്ഞാൽ, ഒരു ചീളാക്കിയാൽ അതിനകത്ത് ചെറിയ ഇൻഡ്യൂസ് EMF അല്ലേ ഉണ്ടാവും. അപ്പൊ ഉണ്ടാവുന്ന സർക്കുലേറ്റിംഗ് കറണ്ടോ കുഞ്ഞ് കറണ്ട് ആയിരിക്കും, ചെറിയ കറണ്ട് ആയിരിക്കും. അപ്പൊ എല്ലാ ലെയറിലും ഉണ്ടാവുന്ന കറണ്ട് ചേർന്നാലല്ലേ വലിയൊരു കറണ്ട് ഉണ്ടാവും, അന്നേരമല്ലേ വലിയ I²R ലോസ് ഉണ്ടാവും. അപ്പോ ഫോർ മിനിമൈസിങ് ദാറ്റ് ഇൻ ഈച്ച് സ്ലൈസ് it is induces only small currents and we are separated them together, so the eddy current can be minimized. സോളിഡ് ആക്കി ഇതെല്ലാം കൂടെ ചേർന്ന് വലിയ എഡി കറണ്ട് ആവും. അതുകൊണ്ട് നമ്മൾ അനുവദിക്കുന്നില്ല, ചെറിയ ചെറിയ ലെയർ ആക്കി മാറ്റി വെച്ചു, ഇൻസുലേറ്റ് ചെയ്ത് വെച്ചു. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് the way to minimize the eddy current loss. Okay, അനന്തൂനും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നെ കേൾക്കാമോ? തീർച്ചയായും പറയൂ സർ. അനിൽ സർ. ജ്യോതിലെ, സോറി സർ. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോർ പറഞ്ഞു, അവിടെ ഷെൽ ടൈപ്പും കോർ ടൈപ്പും പറഞ്ഞപ്പോൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഏത് കോറാണ് മോർ എഫിഷ്യന്റ് എന്നൊന്ന് പറയാൻ പറ്റുമോ? ഷെൽ ടൈപ്പ് ഈസ് മോർ എഫിഷ്യന്റ്. യെസ് സർ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഈ കോർ ടൈപ്പ് കൺസ്ട്രക്ഷനിൽ പ്രൈമറിയിൽ നമ്മളൊരു സപ്ലൈ കൊടുത്തപ്പോ അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോ അത് കോറിലൂടെ സർക്കുലേറ്റ് ചെയ്തെന്നും പറഞ്ഞു. പക്ഷേ ഫ്ലക്സ് അല്ലേ, അത് കൃത്യമായി കോറിലൂടെ തന്നെ പോകണമെന്ന് നമുക്ക് വാശി പിടിക്കാനേ പറ്റൂ. അത് അതിന് തോന്നുന്ന വഴി കൂടെ ഒക്കെ പോകും. അപ്പൊ എങ്കിലും നമ്മളൊരു ഈസി പാത്തായിട്ട് കോറ് വെച്ച സ്ഥിതിക്ക് ഭൂരിഭാഗം അതിലേക്കൂടെ പോകും. സോ സം പാർട്ട് ഓഫ് ദാറ്റ് ഫ്ലക്സ് വിൽ ലോസ്. അതിനെയാണ് നമ്മൾ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറഞ്ഞത്. സോ ഇൻ കോർ ടൈപ്പ് കൺസ്ട്രക്ഷൻ there will be some leakage, അല്ലെങ്കിൽ ഫ്ലക്സ് കുറച്ച് ലീക്ക് ചെയ്തു പോകും. എന്നാലോ ഷെൽ ടൈപ്പിലോട്ട് നോക്കിയേ, അവിടെ എന്താ പ്രത്യേകത? പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് നഷ്ടപ്പെട്ട അന്തരീക്ഷത്തിലോട്ട് കടക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ചുറ്റും നമ്മൾ എന്താ വെച്ചേക്കണേ?
secondary. So in shell type, the leakage flux is comparatively less. Therefore, the shell type construction is more efficient. സാറേ ക്വസ്റ്റ്യൻ കൊടുക്കാനുള്ള സമയമായെന്ന് തോന്നുന്നു കേട്ടോ. യെസ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങളെല്ലാം നിങ്ങളുടെ സ്ക്രീനിൽ ആ ക്വസ്റ്റ്യൻ വരും, അത് ആൻസർ ചെയ്യണം. ഓക്കെ ടീച്ചറെ, ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ? ടീച്ചർ സ്റ്റോപ്പ് ചെയ്ത ടീച്ചറെ സ്ക്രീൻ ഷെയറിംഗ്. സാറേ ഓക്കെ ഓക്കെ ആണോ? ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആകാശ് സാർ കേൾക്കാമോ? യെസ് സർ. ഒരു രസകരമായ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാത്തത്? നമ്മുടെ സമയം, അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയെ നമ്മൾ പരിഗണിക്കുന്നു. അല്ല, നമുക്ക് അടുത്ത സെക്ഷൻ ഉണ്ട്. ഓക്കെ നമ്മളിത് വിട്ടു പോകുന്നില്ല. യെസ്. ടീച്ചറെ, സാറേ, നമ്മൾ ഈ റെസിസ്റ്റൻസ് ഇല്ലാത്ത കണ്ടക്ടർ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. എന്തായാലും നമ്മുടെ കയ്യിൽ കണ്ടക്ടർ എടുക്കുമ്പോൾ അല്പം റെസിസ്റ്റൻസ് ഒക്കെ വരില്ലേ? ആദ്യമേ നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ട് നമ്മൾ പതിയെ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിലേക്ക് പോകാൻ ആദ്യം ഐഡിയൽ ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്തേ ഉള്ളൂ. ഇറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ. പ്രാക്ടിക്കലി ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. തിയറിറ്റിക്കലി ഇറ്റ് ഇസ് ഓക്കെ. ഓക്കെ സാർ, സംശയങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ജ്യോതിലാൽ സാറിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ വന്നോ? അപ്പൊ ആൻസർ ചെയ്യാം. കഴിഞ്ഞായിരുന്നോ ക്വസ്റ്റ്യൻ? ആൻസർ ചെയ്തോ സാർ? ടൈം ലിമിറ്റ് 24 സെക്കൻഡ് കൂടെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. 2 മിനിറ്റ് ആണ് കൊടുത്തിരുന്നത്. 24 സെക്കൻഡിന് ശേഷം പോൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നോടെ പറയണേ ടീച്ചറെ. സാർ തന്നെ അനൗൺസ് ചെയ്തോളാം റിസൾട്ട്. ഇതിൽ ഓട്ടോമാറ്റിക്കലി കഴിയുമോ അറിയില്ല, പറഞ്ഞോളൂ. അത് കഴിയട്ടെ. എനിക്ക് പറ്റില്ല ടീച്ചറെ, ഹോസ്റ്റിനെ പറ്റൂ. ഉള്ളോ? ഓക്കെ, ഞാൻ ചെയ്യാം. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? കണ്ടിന്യൂ ചെയ്തോ ജ്യോതിലാൽ സാറ്, കണ്ടിന്യൂ ചെയ്തോളൂ. Okay. Dear students and my dear friends, ആകാശ് സാറിൻ്റെ ക്ലാസ് നിങ്ങളെല്ലാം കേട്ടു. ഇത്രയും മനോഹരമായ രീതിയിൽ സാറ് ക്ലാസ് എടുത്തു. പക്ഷേ ചെറിയ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ഈ സമയങ്ങളിൽ സംഭവിക്കുന്നതാണ്. കാരണം ഒരേ സമയം ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വന്നതായിരിക്കാം. എന്തായാലും ഇത്രയും നല്ല രീതിയിൽ സാറ് നമുക്കൊരു ക്ലാസ് എടുത്തു തന്നു. ആകാശ് കുമാർ സാറിന് ഞങ്ങളുടെ സെറ്ററിൻ്റെ വകയായി നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ശരിക്കും ഞങ്ങളുടെ ഈ പോളിടെക്നിക് കമ്മ്യൂണിറ്റിയെ നന്നായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന അസാപ്പ്, ഞങ്ങളുടെ സിറ്റർ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, കൂടാതെ ഇത്രയും സമയം നിങ്ങൾ ഞങ്ങളെ കണ്ടു, ഞങ്ങളുടെ ക്ലാസ് ആകാശ് സാറിൻ്റെ ക്ലാസ് കേട്ടു. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക, ഫീഡ്ബാക്ക് തരിക, ഇനിയുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിക്കും.